Yo guys, welcome back to another brand new video. ഓക്കെ സോ നമ്മൾ ഇന്നലെ എടുത്തിട്ടുണ്ടായിരുന്ന എൻ ക്യൂലെ ഒരു ATM CRTൻ്റെ ബ്രേക്ക് ഡൗൺ ആണ് നോക്കുന്നത്. ഓക്കെ സോ ഒന്നാമത് നമ്മൾ ആ ഒരു ട്രേഡ് എടുക്കാനുണ്ടായിട്ടുള്ള റീസൺ നമ്മൾ ഓവറോൾ ബുള്ളിഷ് ആയിരുന്നു. ഓക്കെ ഇവിടെ നമുക്ക് പ്രൈസിൻ്റെ ഓവറോൾ ഡയറക്ഷൻ. ഓക്കെ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രേഡ് എടുക്കുന്നതിന് മുന്നേ എപ്പോഴും കറണ്ട് ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്ന് നോക്കുന്നത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ സോ നമുക്ക് പ്രൈസ് കാണാൻ പറ്റും ഹയർ ഹൈ, ജസ്റ്റ് ഹയർ ലോ, വീണ്ടും ഹയർ ഹൈ. ഓക്കെ ഈ ഒരു ഹയർ ഹൈ വീണ്ടും ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു FVG ഇവിടെ കാണാം ഇൻവേഴ്സ് ആയിട്ടുള്ള. ഓക്കെ ഇവിടെ ഒരു ബിയറിഷ് FVG എന്ത് ചെയ്തു, നമുക്കിവിടെ ഇൻവേഴ്സായി തിരിച്ച് പ്രൈസ് ആ ഒരു ഏരിയയിൽ സസ്റ്റെയിൻ ചെയ്യായിരുന്നു. ഓക്കെ ഇവിടെ ആയിരുന്നു പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കറൻലി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ സോ നമ്മളെ എക്സ്പെക്റ്റേഷൻ എന്താണ്, അടുത്തൊരു ഹൈ ആണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു പോയിന്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുക. ഓക്കെ സോ നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇനി ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ നമ്മുടെ ഡെയിലി ബയാസ് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് 4 hour നോക്കിയ സമയത്ത് തന്നെ എനിക്ക് ഏകദേശം പ്രൈസിൻ്റെ ഒരു ബയാസ് മനസ്സിലായി. ഓക്കെ സോ ബയാസ് ഒന്നുമില്ല, നമുക്ക് എന്ത് ചെയ്താൽ മതി, കറൻലി പ്രൈസ് എങ്ങോട്ടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് എവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം, ഈ ഒരു ഐഡിയ നമ്മൾ ബിൽഡ് ചെയ്യണം. ഓക്കെ ഇനി നമുക്ക് 1 hour ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ ഇപ്പോൾ ഹവർലി ടൈം ഫ്രെയിം നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ആ ഒരു FVG, ഇത് 4 hour FVG ഇൻവേർഷനാണ്. ഓക്കെ സോ ഇത് സെയിം ഇതിൻ്റെ ഇൻസൈഡായിട്ട് നമുക്ക് ഇവിടെ ഒരു 1 hour FVG ഉണ്ടോ, ഇതൊരു 1 hour FVG ആണ്. ഓക്കെ സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ഒഴിവാക്കാം. ഓക്കെ ഇവിടെ നമുക്ക് അത് രണ്ടും കൂടി ഒരുമിച്ചാണ് വരുന്നത്. ഓക്കെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ കീപ്പ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കിയിട്ട് ഈ 1 hour FVG കൺസിഡർ ചെയ്യാം. ഓക്കെ സോ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 1 hour FVG ആണ്. ഇത് ഓൾറെഡി വൺസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ടാപ്പ് ചെയ്ത ശേഷം പ്രൈസ് ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് സെൽ സൈഡ് ലിക്വിഡിറ്റി ആയിട്ട് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ എന്നിട്ട് എന്ത് ചെയ്തു, ഇത് നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു. ഓക്കെ PDH ഇത് പ്രീവിയസ് ഡേ ഹൈ ആയിരുന്നു. ഓക്കെ അപ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു 7 o'clock ഇന്ത്യൻ ടൈം 7 o'clock ഇവിടെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ CPIൻ്റെ. സോ ആ ഒരു സമയത്താണ് ആക്ച്വലി ഈ ഒരു മൂവ്മെൻ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ക്യാൻഡിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ഈ ഒരു ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളൊരു ATM ക്യാൻഡിൽ പ്രിൻറ്റ് ചെയ്തത് ആ ഒരു സമയത്താണ്. ഓക്കെ സോ നമ്മളെന്ത് ചെയ്തു, ആ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. നമ്മുടെ ATM ക്യാൻഡിലെ ഹൈ, ഇത് ATM ക്യാൻഡിലെ ലോ. ഓക്കെ സോ ഇനി നമുക്ക് എന്താ വേണ്ടത്, പ്രൈസ് ഹൈയോ അല്ലെങ്കിൽ ലോയോ സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് ഷോർട്ട് ഓർ ലോങ്. ഓക്കെ സോ കറൻറ്റ്ലി ഒരു ATM ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് ഇങ്ങനെയായിരുന്നു നമ്മുടെ ആ ഒരു ഫോർമേഷൻ, ക്യാൻഡിൽ ഫോർമേഷൻ. ഓക്കെ ഇവിടെ നമ്മളെ ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ ഇതായിരുന്നു, പ്രൈസ് ATM ഹൈ എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമുക്ക് ഈ ഒരു കീ ലെവൽ PDH എടുത്തിട്ടുണ്ട്. ഓക്കെ ഇനി നമുക്ക് ATM ഹൈ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് എനി കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യായിരുന്നു, ഇവിടുന്ന് ഷോർട്ട് താഴോട്ടേക്ക് ATM ലോ വരെ. ഓക്കെ ഇതൊരു ട്രേഡ് പ്ലാൻ ആയിരുന്നു. ഇനി അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ATM ലോ പ്രൈസ് സ്വീപ്പ് ചെയ്തിട്ട് ഈ ഒരു സെൽസ് ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇൻവേർഷൻ FVGന്ന് എന്ത് ചെയ്യാം, നമുക്ക് ലോങ് ATM ഹൈ വരെ ടാർഗറ്റ്. ഇതായിരുന്നു ട്രേഡ് പ്ലാൻ. ഓക്കെ നമ്മൾ ട്രേഡ് എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് എന്ത് വേണം, കറക്റ്റ് ഒരു പ്ലാൻ വേണം, എന്തായിരിക്കും നമ്മൾ ട്രേഡ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്താൽ മതി, 9:30 ഓപ്പണിന് വെയിറ്റ് ചെയ്യാം. ഓക്കെ നമുക്ക് ജസ്റ്റ് ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഓക്കെ നമ്മൾ കൺഫർമേഷൻ നോക്കുന്നത് ഒബ്വിയസ്ലി 1 minute ടൈം ഫ്രെയിമിലാണ്. ഓക്കെ സോ നമുക്ക് 9:30 ഓപ്പൺ ഇവിടെയാണ് വരിക. ഓക്കെ 9:30 US മാർക്കറ്റ് ഓപ്പൺ ആവുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു പോയിൻ്റ് അവിടെ ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഓക്കെ മാർക്ക് ചെയ്യണം നിർബന്ധമില്ല, ജസ്റ്റ് ആ ഒരു ടൈം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു സമയത്ത് എന്താണ് അവിടെ സംഭവിച്ചതെന്നൊന്ന് നോക്കാം. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഓക്കെ ആ ഒരു 9:30 ഓപ്പണിംഗ് ടൈമിൽ പ്രൈസ് എന്ത് ചെയ്തു, ഇവിടുന്ന് സ്ട്രോങ് ആയിട്ട് മേലോട്ടേക്ക് മൂവ് ചെയ്തു. സോ ഞാൻ
എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായത് പ്രൈസ് ഈ ലിക്വിഡിറ്റി എടുക്കും, ശേഷം നമുക്ക് കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടു 8 AM ലോ. ഇതായിരുന്നു ഈ ഒരു സമയത്ത് എൻ്റെ പ്ലാൻ. ഓക്കെ, സോ ഈ പ്ലാൻ പ്രകാരം കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ട്രേഡ് എടുത്താൽ മതി. പക്ഷേ പ്രൈസ് എന്ത് ചെയ്തില്ല, നമുക്ക് കാണാൻ പറ്റും അവിടെ ആ ഒരു 8 AM ഹൈ എടുത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്തില്ല, പ്ലാൻ പ്രകാരമുള്ള ഷോർട്ടില്ല. വേറെ എന്ത് കൺഫർമേഷൻ വിത്തൗട്ട് പ്ലാൻ വന്നു കഴിഞ്ഞാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അവിടെ ഒരു ആക്ഷൻ എടുക്കുന്നില്ല. ഓക്കെ, ഓൾവേസ് സ്റ്റിക്ക് വിത്ത് പ്ലാൻ. ഓക്കെ, നമ്മൾ ജസ്റ്റ് നോക്കാം. ഇനി നമുക്കുള്ളത് ഇവിടെ 8 AM ലോ. ഓക്കെ, ഈ ഒരു ലോ നമുക്കിവിടെ കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മാർക്ക് ചെയ്ത് കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ 8 AM ലോ. ഓക്കെ, നമ്മൾ കീ ലെവലായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായത് ഈ ഒരു FVG. ഓക്കെ, ഇതൊരു കീ ലെവലാണ്. അതുപോലെ ഈ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റിയും നമുക്കെന്താണ്, കീ ലെവലാണ്. ഓക്കെ, ലെറ്റ്സ് സീ. നമുക്കെന്ത് ചെയ്തു, ഇവിടെ പ്രൈസ് ആ ഒരു കീ ലെവൽ ടാപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ, ടാപ്പ് ചെയ്തു. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിൽ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷനൊന്നും ആയിട്ടില്ല. ഓക്കെ, ലെറ്റ്സ് സീ. യെസ്, ഇവിടെ നമുക്ക് എന്തായി, കൺഫർമേഷനായി. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഈ ഒരു സീരീസിലെ ആ ഒരു ലാസ്റ്റ് FVG, ബിയറിഷ് FVG എന്ത് ചെയ്തു, ഇവിടെ നമുക്ക് മേലോട്ടേക്ക് ഇൻവേഴ്സായി. ഓക്കെ, ഈ ഒരു സമയത്ത് ആക്ച്വലി നമുക്ക് എൻട്രി എടുക്കാമായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ ഞാൻ എൻട്രി എടുത്തിട്ടില്ലായിരുന്നു. സ്പെസിഫിക് റീസണൊന്നുമില്ല. ഓക്കെ, ഞാൻ കുറച്ചും കൂടി എന്ത് ചെയ്തു, ഒരു ഇമ്പൾസീവ് മൂവ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റ് മേലോട്ടേക്ക് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇവിടെ FVG കാരണങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഒരു കോൺഫിഡൻറ്റ് കിട്ടിയില്ല. ഓക്കെ, അതുകൊണ്ട് അത് മാത്രമല്ല, വേറെ സ്പെസിഫിക് റീസൺസ് ഒന്നുമില്ല. ഓക്കെ, വീണ്ടും രണ്ടാമത് എന്ത് ചെയ്തു, പ്രൈസ് ഒന്നുകൂടി ചെറിയൊരു റീട്രേസ്മെൻറ്റ് വന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഈ ഒരു ലിക്വിഡിറ്റി, ഓക്കെ, പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ. വീണ്ടും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ലിക്വിഡിറ്റി വീണ്ടും എന്ത് ചെയ്തു, ആ ലിക്വിഡിറ്റി ഫസ്റ്റ് ഒന്ന് സ്വീപ്പ് ചെയ്തു. പക്ഷേ ഇമ്പൾസീവ് മൂവ്മെൻറ്റ് മേലോട്ടേക്ക് വന്നില്ല. ഓക്കെ, രണ്ടാമത് വീണ്ടും എന്ത് ചെയ്തു, അവിടെ ഒരു സ്വീപ്പ് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് സ്വീപ്പ് ചെയ്ത സമയത്ത് മേലോട്ടേക്കൊരു ഇമ്പൾസീവ് മൂവ്മെൻ്റ് ഇല്ല. ഓക്കെ, ആ ലോ വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് ഇവിടെ സ്വീപ്പ് ചെയ്തു. ഓക്കെ, ലെറ്റ്സ് സീ. ഉണ്ടോ, ഈ ലോ സ്വീപ്പ് ചെയ്ത സമയത്ത് പ്രൈസ് എന്ത് ചെയ്തു, ഇമ്പൾസീവായിട്ട് മേലോട്ടേക്ക് മൂവ് ചെയ്തു. ആ ഒരു സമയത്ത് നമ്മളിവിടെ കാണാൻ പറ്റും പ്രൈസ് കറക്റ്റായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബുള്ളിഷ് FVG വിത്ത് ഇൻവേർഷൻ FVG. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ലാസ്റ്റത്തെ ബിയറിഷ് FVG ആയിരുന്നു. സോ നമുക്ക് ഇതിനൊരു റെഡ് കളറിൽ എന്ത് ചെയ്യാം, മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു FVG കൂടി ഫോം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊരു ബുള്ളിഷ് FVG കൂടി ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രൈസ് ഇവിടെ നിന്നൊരു സ്ട്രോങ് ബൈയിങ് വന്നിട്ടുണ്ട്. ഈ ഇൻവേർഷൻ സംഭവിച്ചു, അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു സ്ട്രോങ് ബൈ വന്നതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഈ ഒരു ഇംബാലൻസ് ഓക്കെ ക്രിയേറ്റ് ആയത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിൻ്റിൽ നിന്ന് ഇതായിരുന്നു ഈ ഒരു ഇൻവേർഷൻ FVG ആണ് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് കൺസിഡർ ചെയ്തത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ലോങ്, ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ലോങ് എൻ്റർ ചെയ്യാം. ഓക്കെ, സ്റ്റോപ്പ് ലോസ് ബിലോ ആ ഒരു സ്വിംഗ് ലോറിൻ്റെ താഴെ കീപ്പ് ചെയ്യാം 1 മിനിറ്റിൽ. ഓക്കെ, ഇനി ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സമയത്ത് നമുക്ക് ഒരു 1 hourൽ ഒരു ഇൻവേർഷൻ FVG മേലോട്ടേക്ക് 8 AM ഹൈ വരെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ആക്ച്വലി അതുവരെ നമുക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ 1:2 കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ്സ് ഫൈൻ. ഓക്കെ, ഓക്കെ, ഇവിടെ നമുക്കൊരു 1 hour FVG ഇൻവേഴ്സ് ആയിട്ടുണ്ടായി. ഓക്കെ, സോ ലെറ്റ്സ് സീ, നമുക്ക് കാണാം എങ്ങനെയാണ് അവിടെ ആ ഒരു ട്രേഡ് റിയാക്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതുവരെ ആയിരുന്നു ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, ഇതും ഒരു ഡീസൻറ്റ് ടാർഗറ്റാണ്, 1:2 പ്ലസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് നോക്കാം പ്രൈസ് എങ്ങനെ റിയാക്ട് ചെയ്ത് നോക്കാം. പ്രൈസ് എന്ത് ചെയ്തു, ഡയറക്റ്റ്ലി നമ്മുടെ ആ ഒരു FVGയിലേക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു രണ്ടും ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, FVG ടാപ്പ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഈ ഒരു ഇൻവേർഷൻ FVGയും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എന്ത് ചെയ്തു, അവിടുന്ന് സ്ട്രോങ് ആയിട്ട് എന്ത് ചെയ്തു, മേലോട്ടേക്ക്
പുഷ് ചെയ്തു. നമ്മളെന്ത് ചെയ്തു, അവിടെ ടാർഗറ്റ് പ്രൈസ് റീച്ച് ചെയ്തു. ഓക്കെ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും പ്രൈസ് മേലോട്ടേക്ക് എന്ത് ചെയ്തു, കണ്ടിന്യൂ ചെയ്തു. ഓക്കെ, ഞാൻ ഈ ഒരു ഫസ്റ്റ് ലൈക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു ഹയർ ടൈം ഫ്രെയിമിൽ കീ ലെവൽ ടാർഗറ്റ് ബുക്ക് ചെയ്യാം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തത്, ഈ ഒരു 1 hour FVGയിൽ ടാർഗറ്റ് ബുക്ക് ചെയ്തത്. ഓക്കെ, അതിന് ശേഷം ഇവിടെ കാണാൻ പറ്റും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫാള് താഴോട്ടേക്ക് വന്നു. ഈ ഒരു ഫാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ പ്രൈസിലേക്ക് ടാർഗറ്റ് വെച്ചിട്ടുണ്ട്, ഈ ഫാൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഒബിയസ്ലി നമുക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിനേക്കായി നല്ല എന്ത് ചെയ്താൽ മതി, നമുക്ക് അടുത്തൊരു കീ ലെവൽ വരെ 1:2 ലോജിക്കൽ ടാർഗറ്റാണ്, അവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, സേഫായിട്ട് ബുക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് ആക്ച്വലി ഞാൻ ഈ ഒരു ട്രേഡ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഡീറ്റെയിൽ ലൈക്ക് CRT ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ. ഓക്കെ, സോ നിങ്ങൾക്ക് ഈ ഒരു ലൈക്ക് എക്സ്പ്ലനേഷൻ ക്ലിയറായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്ത സെഷനിൽ എന്ത് ചെയ്യാം, മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ലൈക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഇപ്പോൾ ഈ ഒരു കണ്ടൻറ്റ് റിലേറ്റഡ് ആയിട്ട് ലൈക്ക് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കമൻറ്റിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും അടുത്തൊരു വീഡിയോയിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഓൾ.